ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയ ദക്ഷയാഗമാണ്. അതായത് 4:2, 4:1 സ്കന്ധം 4 1-ാം അധ്യായത്തിലാണ് നിർത്തിയിരിക്കുന്നത് ദക്ഷയാഗം. അപ്പോൾ ദക്ഷൻ തനിക്ക് ഏർപ്പെട്ട അപമാനം, ശിവനെ കൊണ്ടുവന്ന ഈ അപമാനം സഹിക്കാൻ വയ്യാതായ സമയത്തിൽ ശിവന് എങ്ങനെയെങ്കിലും അതിന് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. അതാണ് ലോകപ്രസിദ്ധമായ ദക്ഷയാഗം നടത്തുമ്പോൾ അദ്ദേഹം 33 കോടി ജനങ്ങളെ, 33 കോടി ദേവന്മാരെയും അതിനെ ക്ഷണിച്ചു, അസുരന്മാരെയും ക്ഷണിച്ചു, എല്ലാവരെയും ക്ഷണിച്ചു. അത്ര അതിഗംഭീരമായ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗം ഗംഭീരമായി നടക്കുന്ന സമയത്ത് ശ്രീ പരമശിവനെ മാത്രം അദ്ദേഹം വിളിച്ചില്ല. പരമശിവൻ തൻ്റെ മരുമകൻ കൂടിയാണ്. അപ്പോൾ പരമശിവൻ ആദ്യം പ്രജാപതിയെ അപമാനിച്ചു. എപ്പോൾ പ്രജാപതികളെല്ലാം കൂടി ഒരു യാഗം നടത്തുന്ന സമയത്ത് ദക്ഷൻ വന്ന സമയത്ത് ശിവൻ മാത്രം എണീച്ചു നിന്നില്ല, അവിടെ ഒരു അപമാനം ചെയ്തു. രണ്ടാമത് തൻ്റെ പുത്രിയായ സതീദേവിയെ കാളയിൽ മേൽ കയറ്റി അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ 2 വിധം അപമാനങ്ങൾ ദക്ഷനുണ്ടായി. ഇതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ യാഗം ചെയ്തത്. ശിവനെ മാത്രം ക്ഷണിച്ചില്ല. യാഗം ഗംഭീരമായി നടക്കുന്ന സമയത്ത് നാരദമുനി അവിടെ പോയി. നാരദമുനി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഉടനെ അദ്ദേഹം കൈലാസത്തേക്ക് പോയി. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇമെയിലോ മൊബൈലോ ഇതൊന്നും ഇല്ല. പക്ഷേ ഇതിനേക്കാളും ശക്തിയാണ് നാരദൻ്റെ പോക്ക്. നാരദൻ അവിടെ പോയി അവിടെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ദക്ഷൻ ഗംഭീരമായി യാഗം നടത്തുന്നത് അങ്ങയെ മാത്രം ക്ഷണിച്ചില്ല. ശിവന് അതിൽ യാതൊരു പരിഭവവും ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തൊക്കെ സംഭവിക്കാൻ വന്നു. ചിരിച്ചു. പക്ഷേ സതീദേവി അവിടെ ഉണ്ടായിരുന്നു. സതീദേവിക്ക് ഇത് സഹിക്കാൻ വയ്യാതെ തൻ്റെ ഭർത്താവിനെ ക്ഷണിക്കാതെ അങ്ങനെ ഒരു യാഗം തൻ്റെ അച്ഛൻ ചെയ്യിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് എനിക്കവിടെ പോകണം, അച്ഛൻ ചെയ്ത തെറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ശിവനെ വിളിപ്പിക്കണം എന്ന് ശിവനോട് അഭ്യർത്ഥിച്ചു. തൻ്റെ ഭർത്താവായ ശിവനോട് അഭ്യർത്ഥിച്ചു, ഞാൻ അവിടെ പോകണം. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, സതീദേവി, ഇത് നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കാരണം ദക്ഷൻ്റെ അവസാനമായി കഴിഞ്ഞു. നീ പറഞ്ഞാൽ അദ്ദേഹം അതൊന്നും കേൾക്കില്ല. മാത്രമല്ല, നീ അപമാനിച്ചു വരേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് സമ്മതമില്ല. നീ പറയുന്നത് സത്യമാണ്, അച്ഛൻ്റെ യാഗത്തിന് നീ പോകണം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിനക്കുണ്ടാവാൻ പോകുന്ന അനുഭവം വളരെ മോശമായിരിക്കും. പക്ഷേ സതീദേവി എത്രയായാലും അച്ഛനമ്മമാരല്ലേ, അച്ഛനമ്മമാരെ സഹിക്കുക, അച്ഛനമ്മമാരെ കഴിച്ചിട്ടല്ലേ ലോകത്തൊന്നുള്ളൂ. അപ്പോൾ സതീദേവിക്ക് അതിന് സഹിക്കാൻ വയ്യ. ഏതായാലും ഞാൻ പോകും പറഞ്ഞു. ഓ ശരി, പൊക്കോളൂ. അപ്പോൾ ഭൂതഗണങ്ങളെ വിളിച്ചു പറഞ്ഞു സതിയെ ദേവിയുടെ പിന്നാലെ പോകാൻ. അങ്ങനെ സതീദേവി അവിടെ പോയി. അവിടെ പോയ സമയത്ത് ദക്ഷനെ സതീദേവിയെ കണ്ട ഉടനെ ദേഷ്യമാണെന്നാണ്. അദ്ദേഹം വായി തോന്നിയ അസഭ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അസഭ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന അസഭ്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന കേട്ടോ. ശിവനെ ചുടലയിൽ ജീവിക്കുന്ന ശിവനാണ്, നിൻ്റെ ഭസ്മങ്ങൾ അണിയുന്നതിനാണ്, വസ്ത്രമില്ലാത്തതാണ്, അങ്ങനെ പലതും അപമാനിച്ചു. ഈ സതീദേവിയെ അപമാനിച്ചു. ഇത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പല പ്രാവശ്യം ഉപദേശിച്ചു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അദ്ദേഹം എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അദ്ദേഹമില്ലാത്ത യാഗം പൂർണ്ണമാവില്ല എന്നെല്ലാം പലതും പറഞ്ഞു നോക്കി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇതിൽ മനസ്സ് ദുഃഖിച്ച് സതീദേവി ആ അഗ്നികുണ്ഡത്തിൽ തന്നെ സ്വയം വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ഈ വിവരം ഉടനെ അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടിയിൽ തന്നെ അറിയാൻ കഴിഞ്ഞു. ഉടനെ ശിവതാണ്ഡവം ആരംഭിച്ചു. ശിവതാണ്ഡവം ആരംഭിച്ചെന്ന് മാത്രമല്ല, തൻ്റെ ജടയെ വലിച്ച് താഴത്ത് ഓങ്ങി ഒരു അടിയടിച്ചു. അതിൽ നിന്ന് വീരഭദ്രൻ എന്നൊരു ആളുണ്ടായി, കയ്യിൽ ശൂലം കൂപ്പുമായിട്ട്. ഇതുകൊണ്ടും അവസാനിച്ചില്ല. പിന്നെയും സതീദേവിയുടെ ആത്മാവിനെ ആവാഹിച്ച് സ്വന്തം ശരീരത്തിൽ കൊണ്ടുവന്ന് പുത്രിയുടെ രൂപത്തിൽ ചണ്ഡഭദ്രകാളിയെ ജനിപ്പിച്ചു, പുത്രീ മനോഭാവത്തിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടി പോയി ദക്ഷൻ്റെ യാഗത്തിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇവർ 2 പേരും കൂടി അവിടെ പോയി താണ്ഡവമായിരുന്നു. അവിടെ കണ്ടതെല്ലാം നശിപ്പിക്കുക, അങ്ങനെയായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തുന്ന, ഈ യാഗത്തിന് നേതൃത്വം കൊടുത്തുന്ന ഭൃഗുവാണ്. അദ്ദേഹത്തിന് വെളുത്ത താടിയൊക്കെയാണ്.
ഈ താടിയെല്ലാം പിടിച്ച് വലിച്ച് നശിപ്പിച്ച് യാഗം മുഴുക്കെ നശിപ്പിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൃഗു സ്വന്തം ശക്തി ഉപയോഗിച്ച് കുറേ ഭൂതഗണങ്ങളെയും ഉപയോഗിച്ചു, അപ്പോൾ ജനിപ്പിച്ചു. ഈ ഭൂതഗണങ്ങളും ശിവഭൂതഗണങ്ങളും രണ്ടും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. അങ്ങനെ ഭൃഗുവിൻ്റെ ഗണങ്ങളെല്ലാം നശിച്ചു, എല്ലാത്തിനെയും കൊന്നു, അവിടെ ഉള്ള എല്ലാവരെയും കൊന്നു. ദേവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഭയങ്കരമായ താണ്ഡവമാടി. ഒടുവിൽ വീരഭദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ ദക്ഷനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ശൂലം കൊണ്ട് കഴുത്തറുത്ത് ആ അഗ്നികുണ്ഡത്തിന് ഇടുക ചെയ്ത് അതിൽ നിന്ന് വരുന്ന ചോര നമ്മുടെ ചണ്ഡഭദ്രകാളി നാക്കുകൊണ്ട് കുടിച്ചു, ഭൂമിയിൽ വിഴാത്ത വിധം നശിപ്പിച്ചു. അങ്ങനെ താണ്ഡവം പിന്നെയും സഹിക്കാതെ അവിടെ കൈലാസത്തെ ശിവൻ താണ്ഡവം ആടിക്കൊണ്ടുവരുന്നു. ദേവന്മാരെല്ലാം പേടിച്ചു വരച്ചു. ഒടുവിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഇതിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോകണം, ശിവൻ്റെ അടുത്ത് തന്നെ പോകണം പറഞ്ഞു. അതനുസരിച്ച് ഇവരെല്ലാവരും കൂടി ശിവൻ്റെ അടുത്ത് പോയി കാല് പിടിച്ചു. ഇനി ചെയ്യരുത്, ഈ യാഗം എങ്ങനെയെങ്കിലും നല്ലതോടെ അവസാനിപ്പിക്കണം, അതിന് ഞങ്ങളെ അനുഗ്രഹം ചെയ്യണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി അങ്ങനെയാണ് ആകട്ടെ. വടക്ക് നോക്കി കിടക്കുന്ന ഒരു ആടിൻ്റെ തലയെടുത്ത് വെട്ടി ആ ദക്ഷൻ്റെ തലയിൽ ചേർത്ത് യാഗം തുടരുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവരെ തിരിച്ചയച്ചു. അതനുസരിച്ച് ഇവിടെ യാഗപശുവായി കിടക്കുന്ന ഒരു ഇതിനെ എടുത്ത് ആടിൻ്റെ തല ശിരസ്സെടുത്ത് ദക്ഷൻ്റെ ശിരസിൽ വെച്ച് അങ്ങനെ യാഗം പൂർത്തിയാക്കി. അപ്പോഴും ശിവന് താണ്ഡവം നിർത്തില്ല. ഒടുവിൽ അദ്ദേഹം പരാശക്തിയെ എന്ത് ചെയ്തു വെച്ചാൽ സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് ദാനമായി കൊടുത്ത് അങ്ങനെ സ്വന്തം ശരീരവും കൊടുത്തു. ഇത് ഒരുപാട് വർണ്ണിക്കാനുണ്ടോ കേട്ടോ. ദക്ഷയാഗത്തിൽ ഒരുപാട് ഇങ്ങനെയൊന്നുമല്ല. ഞാൻ സമയം കൊണ്ടും നിങ്ങളുടെ സമയം നഷ്ടപ്പെടരുത് എന്ന് കൊണ്ടുവെക്കണം പറയുന്നത്. വളരെ ചുരുക്കത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കേൾക്കുക.